ഈ ഹാംസ്റ്റർ വൈറലാവാൻ തന്നെ കാരണം എന്താ വെച്ചാൽ ഒരു 2 months 3 months ബാക്ക് എടുക്കുകയാണെങ്കിൽ നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു കോയിൻ വരുന്നു. ഓക്കെ, സോ ആ ഒരു നോട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോയിൻ്റെ ടെലിഗ്രാം ഗെയിമിംഗ് ആയിട്ടുള്ള ഏത് കണക്കത്തിന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കോയിൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. സോ അതിനുശേഷം അവർ ലിസ്റ്റിംഗ് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. നല്ല സ്ട്രോങ് പ്രൊജക്റ്റാണ് അങ്ങനെ പറഞ്ഞിട്ട് കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി. ലിസ്റ്റിംഗ് കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ് ബൈനാൻസ് ലിസ്റ്റ് ആകാൻ പോകുന്നു. ഇതെല്ലാവരും നല്ല രീതിയിൽ പൊച്ചിട്ട് തള്ളിവിട്ടു. ഓക്കെ, സോ ഇത് കണ്ടിട്ട് ആരും മറ്റേ രോമാഞ്ചിന്ന് എണീക്കാൻ കണ്ട ഹാംസ്റ്റർ കോമ്പാക്റ്റ് അതേപോലെ ആവുമെന്നല്ല. വീഡിയോ മസ്റ്റായിട്ട് മുഴുവനായിട്ട് കാണണം. ഓക്കെ, അതിനുശേഷം പെട്ടെന്നൊരു ദിവസം അപ്ഡേറ്റ് തന്ന പോലെ തന്നെ നോട്ട് കോയിൻ ലിസ്റ്റായി. ചുമ്മാ കയറിയവർക്ക് 3000 രൂപ ഒരു പ്രോഫിറ്റ് കൊടുത്തു. ചുമ്മാ കയറിയവർക്ക് 3000 പ്രോഫിറ്റ്. നല്ല ഹാർഡ് വർക്ക് ചെയ്തവർക്ക് $450 അഥവാ ഒരു 50,000 40,000 ഹാർഡ് വർക്ക് ചെയ്തവർക്ക് ഫ്രീ ആയിട്ട് കിട്ടി. പക്ഷേ ഇതിലാരും ശ്രദ്ധിക്കാതെ പോയ കാര്യം, അന്ന് ഇതത്ര വൈറലല്ലായിരുന്നു. ആളുകൾക്ക് ഈ സംഭവത്തിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ജസ്റ്റ് 10 million യൂസേഴ്സ് മാത്രമേ നോട്ട് കോയിനിൽ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു സംഭവം കാരണം ഇങ്ങനൊരു സ്കീമുണ്ട്, കുറച്ച് ആളുകളിലോട്ടേക്ക് എത്തി. ഓക്കെ, സോ അതിനുശേഷം ഹാംസ്റ്റർ കോമ്പാക്റ്റ് വന്നു. ഒരു 3 weeks ബിഫോർ എടുക്കുകയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ കാര്യങ്ങൾ അപ്ഡേറ്റ് ലിസ്റ്റിംഗ് വരുന്നുണ്ട്, ബിറ്റ്ഗെറ്റിൽ ലിസ്റ്റ് ആവുന്നുണ്ട്. അത് കണക്കെ തന്നെ എല്ലാ അപ്ഡേറ്റും ഞാൻ ചെറുപ്പറാക്കി കൊടുക്കും. ജൂലൈ 1 ലിസ്റ്റിംഗ് വരുന്നുണ്ട് പറഞ്ഞിട്ട് അന്നേരം ഒന്ന് കയറി വൈറലായില്ല. ആ ജൂലൈ 1 ലിസ്റ്റിംഗ് എന്നില്ല വന്നപ്പം സെയിം ആസ് നോട്ട് കോയിൻ. ഓക്കെ, വന്നപ്പം ഹാംസ്റ്റർ കോമ്പാക്റ്റ് എല്ലാവരിലോട്ടേക്ക് എത്തി. പക്ഷേ യൂസേഴ്സ് നോട്ട് കോയിൻ വെച്ച് നോക്കുകയാണെങ്കിൽ യൂസേഴ്സ് ഡിഫറെൻ്റ് ആണ്. യൂസർ ഇൻക്രീസ് ആയിട്ടുണ്ട്. 100 million ആൻഡ് 150 million 100 million 150 million ആൾക്കാരാണ് ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ യൂസേഴ്സ് ആയിട്ടുള്ളത്. നോട്ട് കോയിൻ എടുത്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 million യൂസേഴ്സ് കാണുന്നില്ല. അതുകൊണ്ട് പ്രോഫിറ്റ് നല്ല രീതിയിൽ ആളുകൾ കിട്ടിയേനെ. മാത്രമല്ല ഇവർ അഥവാ ലിസ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഓക്കെ നല്ല രീതിയിൽ ഡിമാൻഡ് കുറയും. ഓക്കെ, ആൻഡ് സപ്ലൈ നല്ല രീതിയിൽ കൂടുതലാണ്. ഡിമാൻഡ് കുറയാനും ചാൻസ് ഉണ്ട്. ആൻഡ് സെല് ചെയ്യാൻ കുറേ ആൾക്കാരുണ്ട്, യൂസേഴ്സ് കൂടുതലാണ്. സോ പ്രോഫിറ്റ് ലോ ആവാനാണ് ചാൻസ്. ആൻഡ് ഇത് ഇൻസ്റ്റയിലൊക്കെ കാണുന്നത് വെച്ചാൽ ഇൻസ്റ്റയിൽ കുറേ ആൾ വീഡിയോ ഇടുന്ന വെച്ചാൽ മുമ്പൊരു കോയിൻ വന്നിരുന്നു ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ട്, അതും ആ സാധനമൊക്കെ കമ്പയർ ചെയ്ത് യാതൊരുവിധ നോളജും ഇല്ലാത്ത ആളുകളാണ് ടാപ്പ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഏൺ ചെയ്യാം. ബട്ട് കമ്പയർ ഒക്കെ ചെയ്യുന്നത് വെച്ചാൽ ബിറ്റ് കോയിനൊക്കെ ആയിട്ട് ലിസ്റ്റും കൂടി ചെയ്യാതെ ഹാംസ്റ്റർ ആക്ച്വലി ടോക്കൺ ആയിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത്, ടണ്ണിലാണ് ലോഞ്ച് ചെയ്യുന്നത്. അങ്ങനെ കുറേ റീലും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. സോ ഞാൻ പറയുകയാണെങ്കിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇതേപോലുള്ള ലൂട്ട് ഓഫ് ഹാംസ്റ്റർ കോമ്പാക്റ്റിന് പോലെ തന്നെ മിമിഫൈ ഉണ്ട്. ഓക്കെ, യെസ് കോയിൻ ഉണ്ട്. അങ്ങനെ 2-3-4 ബോട്ട് ടാപ്പ് സ്വാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒരു ഒപ്പീനിയനിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിന് ഒരു 3 എക്സ്പീരിയൻസായി ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ 3 year ആയി. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിൽക്കുന്നത്. സോ നിങ്ങളൊരു 10 ഇതേ കണക്കെ തന്നെ ഒരു 10 ബോട്ടോ അല്ലെങ്കിൽ 10 ക്രിപ്റ്റോ പ്രോജക്ട്സ്, അത് ആപ്പായാലും ബോട്ട് ബേസ്ഡ് ആയാലും ടെലിഗ്രാം ബേസ്ഡ് ഏർണിംഗ് മെത്തേഡ് ആയാലും ഓക്കെ, പ്രൊജക്റ്റ് എയർ ഡ്രോപ്പ് കാര്യങ്ങളൊക്കെ ആയാലും ഒരു 10 ചെയ്താൽ 2 കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ അഥവാ ഹാംസ്റ്റർ എങ്ങാനും ലിസ്റ്റായിട്ടില്ല അഥവാ പ്രോഫിറ്റ് കുറഞ്ഞ് ഇതൊക്കെ ആയാലും അതിൻ്റെ നെഗറ്റീവ് സൈഡും നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളിക്കും. ഓക്കെ, അഥവാ ലിസ്റ്റായിട്ടെങ്കിൽ തീർന്ന്. ഓക്കെ, സോ എല്ലാം ചെയ്യുന്നവരോട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് 10 ചെയ്താൽ 2 കിട്ടും. വലിയ ഹോപ്പോ കാര്യങ്ങളോ ചെയ്യരുത്, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഓക്കെ, പിന്നെ പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് യാതൊരു ഇതുമില്ല. ഓക്കെ, വലിയ പ്രതീക്ഷ കാര്യങ്ങൾ, കാരണം യൂസേഴ്സ് നല്ല രീതിയിൽ കൂടുതലാണ്. സോ പ്രോഫിറ്റ് കിട്ടൽ നല്ല രീതിയിൽ കുറയാനാണ് ചാൻസ് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ അതല്ലാണ്ട് തന്നെ ആ ഒരു പ്രൊജക്റ്റ് മാത്രം ചെയ്യരുത്. പിന്നെ ഹാംസ്റ്ററിലൊരാണെങ്കിൽ ഒരു ടിപ്പ് തരാം, ഈ ക്ലിക്ക് ആയിട്ടുള്ള സാധനത്തിൽ വലിയ ഏർണിങ്സും കാര്യങ്ങളും കിട്ടില്ല. ഡെയിലി കോംബോ ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെലിഗ്രാം ചാനലിൽ ഹാംസ്റ്ററിൻ്റെ മിമിഫൈൻ്റെ സീക്രട്ട് കോഡ്, ഈ ടെലിഗ്രാമിൻ്റെ ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കോംബോ കാർഡ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് 5 million കോയിൻസ് കിട്ടും. അല്ലാണ്ട് നിങ്ങളവിടെ 10,000 കോയിൻസ് ആയിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് കിട്ടുന്ന കുറേ ടൈം എടുക്കും. ഓക്കെ, ഒറ്റയടിക്ക് 5 million കോയിൻസ് കിട്ടും. അത് വെച്ച് നിങ്ങൾ പ്രോഫിറ്റ് പെർ ഹവർ ആ സാധനം ഇൻക്രീസ് ആക്കാൻ നോക്കുക. അതാണ് ഹാംസ്റ്ററിൻ്റെ കാര്യത്തിൽ ഇല്ലത്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മസ്റ്റായിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, പ്രോഫിറ്റ് പെർ ഹവറിലാണ് ഇതാക്കേണ്ടത്. അല്ലാണ്ട് കോയിൻ ബാലൻസ് ഇൻക്രീസ് ആയിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, സോ അതിന് ഈസി
ഈസിയസ്റ്റ് വേ ആണ് കോംബോ കാർഡ് യൂസ് ചെയ്യുന്നത്. അത് കണക്കെ തന്നെ വേറെ ഇതുണ്ട്, ലോങ് പ്രസ് ചെയ്താൽ ഡാഷ് അങ്ങനെ ഒരു കോഡ് ഉണ്ട്. അത് ഞാൻ ടെലിഗ്രാം ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ടെലിഗ്രാം ചാനൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. മസ്റ്റായിട്ടും ജോയിൻ ചെയ്യുക. ഇതെല്ലാം എൻ്റെ ഒരു നല്ല പ്രൊജക്റ്റാണ്. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിമിഫൈ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു പ്രൊജക്റ്റും എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, ഇതെല്ലാം നല്ല നല്ല ഹാംസ്റ്റർ കോമ്പാക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയൊരു 4-5 പ്രോജക്റ്റായിട്ട് അടുത്ത നാളത്തെ വീഡിയോയിൽ ഷുവറായിട്ട് വരുന്നതാണ്. ഓക്കെ, നിങ്ങൾ ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് അതിൽ കിട്ടിയില്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നെഗറ്റീവ് അടിക്കും. ഷുവറാണ്. ഒരു 5 അല്ലെങ്കിൽ ഒരു 10 ചെയ്യുമ്പോൾ അതിലൊരു 3-4 കിട്ടും. ഓക്കെ, അത് ഇന്ന സമയത്ത് കിട്ടും, ഇത്ര പ്രൈസ് കിട്ടുമെന്നില്ല. ഓക്കെ, ലിസ്റ്റായ ഒരു പ്രൈസ് വരും, സെല്ലാക്കാം. ഓക്കെ, ഹാംസ്റ്റർ കോമ്പാക്റ്റിൽ ചിലപ്പോൾ ഇങ്ങനൊരു സംഭവം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്താ അറിയോ, ഈ സാധനം ലോക്കാക്കാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഇത്ര ബാലൻസ് ഉണ്ടെങ്കിൽ അതിൽ നിന്നൊരു 10% നിങ്ങൾ വിഡ്രോ അടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലോക്കപ്പ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും നല്ലോണം യൂസേഴ്സ് ഉണ്ട്. ഓക്കെ, ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ അത്ര മാത്രമേ വീഡിയോ. പിന്നെ വേറൊരു സംഭവം ഉണ്ട്, ഇത് ഹാംസ്റ്ററിനെ പറ്റിയിട്ടൊന്നുമല്ല. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങൾക്ക് താഴെ ഒരു ലിങ്ക് കാണാൻ പറ്റും, ഓൾ യോനോ ആപ്സ്. ഓക്കെ, ഇത് മേ ബി ഓൾറെഡി ഉള്ള യൂസേഴ്സിനെ അറിയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഒരാൾക്ക് തന്നെ ഏകദേശം വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെൻറ്റ്, വിത്തൗട്ട് ഒന്നും റഫറു കാര്യങ്ങളൊന്നും ചെയ്യാണ്ട് തന്നെ 2500 എൻ്റെ ഗ്രൂപ്പ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. അതിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. യോനോ ആപ്സ് പറഞ്ഞിട്ടൊരു സംഭവം, ആ ലിങ്ക് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓൾ യോനോ ആപ്സ് ലിങ്ക് എന്ന് പറഞ്ഞിട്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിലോട്ട് കയറും. സോ അവിടെ ഒരു പോസ്റ്റ് കാണാൻ പറ്റും. അവിടെ 23 ആപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും. ഈ എല്ലാ ആപ്പും സെയിം ആണ്, പക്ഷേ നമുക്ക് ഡിഫറെൻറ്റ് അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. സോ അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അപ് ടു 40 രൂപ വരെ സൈൻ ബോണസ് കിട്ടും. അതിൽ നിങ്ങൾ അതിൽ ഗെയിം കളിച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് തന്നെ 100 രൂപയൊക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് വിഡ്രോ അടിക്കാൻ പറ്റുന്നതാണ്. വിഡ്രോയും കാര്യങ്ങളൊക്കെ പക്കയാണ്. സോ 23 ആപ്പിലും ചിലയിൽ അപ് ടു 40, ചിലയിൽ അപ് ടു 80 സൈനപ്പ് ബോണസ് കിട്ടുന്നുണ്ട്. അതിൽ ഗെയിം വെച്ച് കളിച്ചാൽ, സ്ലോട്ട്സ് കളിച്ചാൽ നിങ്ങൾക്ക് ഇപ്പം 1 രൂപയൊക്കെ എമൗണ്ട് വെച്ചാൽ ചിലപ്പോൾ 10, 20, 30 അടിക്കും. അത് 2 രൂപ വെച്ചാൽ ചിലപ്പോൾ 40, 80 അടിക്കും. അങ്ങനെ ഒറ്റയടിക്കാൻ നിങ്ങൾക്ക് 100 രൂപ ആക്കിയിട്ട് ഫുൾ ടോട്ടൽ ലെഗ് ബേസ്ഡ് ആണ്. നമ്മൾ യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 23 ആപ്സ് ഉണ്ട്. ടൈം എടുത്ത് നിങ്ങൾ കളിച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്പിൽ നിന്ന് ഒരു 300, 400, 500 വിഡ്രോ അടിക്കാൻ പറ്റുന്നതായിരിക്കും. സോ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, എല്ലാവരും പോയിട്ട് ചെയ്യുക. ഇത് ഒറ്റ ടേക്കിലെടുത്ത വീഡിയോ ആണ്. ഓക്കെ, സോ ടോട്ടൽ എല്ലാവരും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അപ്പം നമുക്ക് നാളെ നല്ല 2-3 നല്ല പ്രോജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. സെയിം ആസ് ഈ ഒരു ക്രിപ്റ്റോ ടെലിഗ്രാമിൻ്റെ ബേസ്ഡ് ഏർണിംഗ് എയർ ഡ്രോപ്പ്. ഓക്കെ, സോ നാളെ നമുക്ക് കാണാം.